Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമായിട്ടാണ്. ഇത് നമ്മൾ ആവിയിലും കൂടെ വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഇത് ഇച്ചിരി കൂടെ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയുടെ കൂടെ നമ്മൾ അല്പം ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സൂപ്പർ ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം തയ്യാറാക്കുന്നതെന്ന്. അതിനായിട്ട് നമുക്ക് ആദ്യം മിക്സിയുടെ ഒരു ജാർ എടുക്കണം. അതിനകത്തോട്ട് 2 മുട്ട നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. അടുത്തത് നമുക്കൊരു 1/4 കപ്പ് വരുന്ന ഓയിൽ, സൺഫ്ലവർ ഓയിൽ എടുക്കുക, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ എടുക്കുക. ഒരിക്കലും വെളിച്ചെണ്ണ ഒന്നും എടുത്തേക്കരുത് കേട്ടോ, കാരണം മണമില്ലാത്ത ഓയിൽ അതെന്താണോ അത് നിങ്ങൾക്ക് എടുക്കാം. ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലീവ് ഓയിൽ എടുക്കാം. പിന്നെ ചേർക്കുന്നത് പഞ്ചസാരയാണ്. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ 1/4 കപ്പ് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഞാനിവിടെ 2 എണ്ണം അത്യാവശ്യം വലിപ്പമുള്ള 2 ക്യാരറ്റ് ഒന്ന് ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ മിക്സിയിൽ അടിക്കണം എന്നൊന്നുമില്ല, നമുക്കല്ലാതെ ആ ഒരു ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചേർക്കാം. പക്ഷേ അങ്ങനെ തരികളായിട്ട് കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞാൻ കുറച്ചൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക. ഒരു 40 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിനകത്തോട്ട്, കാരണം ഇതിനകത്താണ് നമ്മളിനി ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പാത്രത്തിലോട്ട് ഒഴിച്ച് മാറ്റാം. അടുത്തത് ഇതുപോലെ ഒരു അരിപ്പ വയ്ക്കുക. അതിനകത്തോട്ട് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി ഞാനിവിടെ 1 കപ്പാണ്, ഞാൻ 1.25 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് മെഷർമെൻറ്റ് കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഏത് പാത്രമാണ് നിങ്ങൾ എടുക്കുന്നത് ആ അളവിലായിരിക്കണം ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യണമെന്ന് മാത്രം. പിന്നെ ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 2 നുള്ളു ഉപ്പും. ബേക്കിംഗ് പൗഡറിന് പകരം നിങ്ങൾക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. 2ൻ്റെ ആവശ്യമില്ല, ഏതെങ്കിലും ഒന്ന് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് അരിപ്പയിൽ ഇതുപോലെ നന്നായിട്ട് തന്നെ അരിച്ചെടുക്കണം. കാരണം ഇതിനകത്ത് എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ അരിപ്പയിലൊന്ന് കണ്ടോ ഇതേപോലെ നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ പതുക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തെന്നാൽ അത് പൊടിയായിട്ട് അങ്ങ് പൊക്കോളൂ കേട്ടോ. ഇനി ചെയ്യാനുള്ളത് ഇതേപോലെ ഒരു കയ്യിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ചിട്ടോ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനിടയ്ക്ക് എങ്ങാനും നിങ്ങൾക്ക് അല്പം തിക്ക് ആയിട്ട് വരുവാണ് അല്ലെങ്കിൽ അങ്ങനെ തോന്നുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പാലോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഇളക്കി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി തിക്കായിട്ട് തോന്നിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പാൽ ഒഴിച്ചു കൊടുത്തായിരുന്നു. അത് നിങ്ങൾ പാലാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കാൻ നോക്കുക. അപ്പം ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ പിന്നീട് കാണിക്കാം. ഇനിയിപ്പോൾ പാല് വേണ്ട എന്നുള്ളവർക്ക് അതിന് പകരം നമുക്ക് ഈ ഒരു വെള്ളം, സാധാരണ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് ശരിക്കും ഒരു കേക്കിൻ്റെ ബാറ്റർ തന്നെയാണ് കേട്ടോ, പക്ഷെ നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. സാധാരണ കേക്കൊക്കെ നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്തിട്ടല്ലേ എടുക്കുക. എന്നാൽ അങ്ങനെയൊന്നും ഇല്ലാതെ കേക്കിൻ്റെ അതേ ബാറ്റർ തന്നെ അത് ആവിയിലും കൂടെ വേവിച്ചെടുക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുക നമുക്ക്. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നു. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ പാല് ചേർക്കുന്നുണ്ട്. പക്ഷെ അതിന് മുൻപ് ഞാൻ ഇതിനകത്തോട്ട് 2 ഏലക്കയുടെ കുരു, അത് പൊടിച്ചതോ ചതച്ചതോ ചേർത്ത് കൊടുക്കാം. ഇനി അതല്ല വാനില എസൻസ് ആണെന്നുണ്ടെങ്കിലും അതും 1/2 ടീസ്പൂൺ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പാല്, റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടെ ചേർത്ത് ഒന്നും കൂടെ കുറച്ചും കൂടെ ഒന്ന് ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ അല്പം കശുവണ്ടി, ഇത് ഞാൻ ഇന്ന് രാവിലെ ഞാനൊരു ചോക്ലേറ്റിൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ബാക്കി വന്നിട്ടുള്ള ഇച്ചിരി കാഷ്യൂ നട്ട്സ് ആണ്. അപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ടെന്ന് ഓർത്തുകൊണ്ട് അതും ഞാൻ ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ബാറ്ററിൽ നിങ്ങൾക്ക് തരിതരികൾ കാണാൻ പറ്റുന്നത് അത് ക്യാരറ്റിൻ്റെയാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് നമ്മൾ ഒരു കളറും ഒന്നും ചേർത്തിട്ടില്ല. ആ മഞ്ഞ കളർ കാണുന്നത് നമ്മൾ ഇതിനകത്ത് ക്യാരറ്റ് ചേർത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് പാത്രങ്ങളിലോട്ട്, നിങ്ങൾക്കിതൊരു കേക്ക് ഉണ്ടാക്കുന്നത് പോലെ തന്നെ അല്പം ഒരു കേക്കൊക്കെ ഒഴിക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലോട്ടോ അല്ലെങ്കിൽ ചായ പാത്രത്തിലോട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞു കട്ടോരി പാത്രങ്ങളിലോട്ടോ ഒക്കെ മാറ്റി ഒഴിക്കാവുന്നതാണ്. പക്ഷേ ഏത് പാത്രത്തിലാണോ നിങ്ങൾ ഇത് മാറ്റി ഒഴിക്കുന്നത് അതിനകത്തോട്ട് അല്പം എണ്ണയോ നെയ്യോ ഒന്ന് തടവി കൊടുക്കണം. എങ്കിലാണ് നമ്മുടെ ഈ ഒരു കേക്ക് ആയി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്നൊന്ന് വിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി ഇത് നമ്മുടെ ബാറ്റർ ഇതേ പാത്രങ്ങളിലോട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി നിറച്ച് കൊടുക്കരുത്. 1/4 ഭാഗത്തിന് തൊട്ട് താഴെ നിൽക്കുന്ന അളവിൽ മാത്രം ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെന്തായാലും പൊന്തി വരും. ആ പൊന്തി വരുന്ന സമയത്ത് ഒത്തിരി ബാറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞോണം അത് പുറത്തേക്കൊക്കെ ഒഴുകി പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു ഷേപ്പ്ലെസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കുറച്ച് ചേർക്കുക. പിന്നെ ഞാൻ ഈ ഒരു എല്ലാ പാത്രങ്ങളിലും ഇതുപോലെ ഒന്ന് നിറച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി അടുത്തത് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. ഇതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇതേപോലെ നമുക്കിങ്ങനെ ചെറിയ ചെറിയ പോളകളൊക്കെ എടുക്കുന്നത് കാണാം. അതാ ബേക്കിംഗ് പൗഡർ ചേർത്തുകൊണ്ട് മാത്രമാണ്. ഇനി ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കാതെ ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെയും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേ ബാറ്റർ തന്നെ ഈ പറഞ്ഞ 2 കാര്യങ്ങളും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം മാത്രം, നമുക്ക് ഇതുപോലെ വീർത്ത് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇനി ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊരു സ്റ്റീമറാണ്. അപ്പോൾ ഇത് ഇതിലത്തെ വെള്ളം ഒന്ന് തിളച്ച് നല്ല ആവി വരാൻ തുടങ്ങുന്ന സമയത്ത് മാത്രം നമുക്ക് ഇതേപോലത്തെ ഈ പാത്രങ്ങളൊന്ന് വെച്ച് കൊടുക്കാം. അല്ലാതെ നമ്മൾ വെള്ളം ജസ്റ്റ് ഒഴിച്ചിട്ട് ഈ ഒരു പാത്രം വെച്ച് കൊടുത്താൽ അത് കറക്റ്റായിട്ട് കിട്ടത്തില്ല, ഒരിക്കലും അത് കിട്ടില്ല. അപ്പോൾ ആവി വരാൻ തുടങ്ങിയതിന് ശേഷം മാത്രം ഇതുപോലത്തെ പാത്രങ്ങൾ വെക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ, അത് അത്രയും മാത്രം വെച്ചാൽ മതിയാവും. നമ്മുടെ ഈ ഒരു കേക്ക് അല്ലെങ്കിൽ ഒരു അപ്പം എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. കേക്ക് എന്ന് ഇതിനെ വിളിക്കാൻ ഒക്കത്തില്ല, കാരണം നമ്മളിത് ആവിയിൽ വേവിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഒരു അപ്പം എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. വളരെ ഹെൽത്തിയാണ്. നിങ്ങൾക്ക് ഓയിൽ എന്നുള്ള ഒരു കാര്യം റീപ്ലേസ് ചെയ്യാം. അതിന് പകരം അല്പം തൈര് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഓയിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒലിവ് ഓയിലായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി നമുക്കിതൊന്ന് വെന്തോന്ന് അറിയാനായിട്ട് ഇതുപോലൊരു ഞാനൊരു ടൂത്ത് പിക്കർ വെച്ച് കുത്തി നോക്കി എടുത്തപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വന്നു. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതാ ചൂടൊക്കെ ആറി വന്നിട്ടുമുണ്ട്. നമുക്കിതാ കൈ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് അകത്തി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വിട്ട് പോരും. വളരെ ഈസിയാണ്. ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല. എങ്കിൽ പോലും ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വിട്ടുപോരും. കണ്ടോ? അപ്പോൾ ഇനി ഇതാ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നോക്കിക്കുക. നല്ല ബാക്ക് ഭാഗം കണ്ടോ, ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. വളരെ പഞ്ഞി എന്ന് പറഞ്ഞാൽ അത്രയും പഞ്ഞി പോലത്തെ വളരെ സോഫ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഗോതമ്പ് പൊടിയും ക്യാരറ്റും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. ക്യാരറ്റിന് അത്യാവശ്യം മധുരം ഉള്ളത് കൊണ്ട് മധുരം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് പോലെയുള്ള മധുരം ഒന്നും വാരിക്കോരി ഇതിനകത്ത് ഇടണ്ട. ക്യാരറ്റിനകത്തുള്ള മധുരം കൊണ്ട് വളരെ കുറച്ച്, ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് തന്നെ നമുക്ക് ശർക്കര വെച്ചിട്ടാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ശർക്കര പാനിയുടെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതും എങ്ങനെയാണ് ഈ ശർക്കര വെച്ചിട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ള റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. നമുക്കത് ഉടനെ ചെയ്യാം. അപ്പോൾ ഇനി ഇതാ ഞാൻ ബാക്കിയുള്ള ആ ഒരു ഇതും കൂടെ ഇതുപോലെ എടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളതും കൂടെ കാണിക്കാം. ഇങ്ങനെ പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. സ്പോഞ്ചും കൂടിയാണിത്. നമ്മളിങ്ങനെ ഒന്ന് ഞെക്കുമ്പോഴത്തേക്കും പിന്നെ വിട്ട് കഴിഞ്ഞത് അതിങ്ങനെ തന്നെ ഇങ്ങനെ സ്പോഞ്ച് എന്തെങ്കിലും വർക്ക് ചെയ്യുക, അതേപോലെയാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇതാ നോക്കിക്കേ, ഇത് അടിപൊളി സോഫ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. കണ്ടോ, ഞാൻ ഒട്ടും ബലം കൊടുക്കാതെയാണ് ഇത് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ള നിസാര ചേരുവകൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.